ബഹുമാനപ്പെട്ട നമ്മുടെ ഈ പരിപാടിയുടെ മുഖ്യാതിഥികളായെത്തിയ തങ്ങൾ റഹ്മാൻ ഉസ്താദ്, നമ്മുടെ സ്ഥാപനത്തിന്റെ നമ്മുടെ സ്കൂളിന്റെ മാനേജിംഗ് ഡയറക്ടർ സാലി സർ, നമ്മുടെ സ്കൂളിലെ മദ്രസ സുദർമോയിൽ ഫാദിലി ഉസ്താദ്, എൻ്റെ സഹപ്രവർത്തകർ, രക്ഷിതാക്കൾ, അതിലേറെ പ്രിയപ്പെട്ട എൻ്റെ പിഞ്ചു കുഞ്ഞുങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ കൂടലും പിരിയലും സ്വാലിഹായ സൽക്കർമ്മമായി സ്വീകരിക്കുമാറാകട്ടെ. തീർച്ചയായും അതങ്ങനെ തന്നെയാണ്. നമ്മുടെ മക്കളുടെ വിദ്യാഭ്യാസമാണ് നമ്മുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്തങ്ങളിൽ ഒന്ന്. രക്ഷിതാക്കൾ എന്നുള്ള നിലയ്ക്ക് ഏറ്റവും നമ്മൾ പ്രയോറിറ്റി നൽകേണ്ടത്
നമ്മുടെ മക്കളുടെ വിദ്യാഭ്യാസത്തിന് തന്നെയാണ്. വിദ്യ ഏത് രീതിയിൽ അഭ്യസിക്കണം അല്ലെങ്കിൽ ഏത് മേഖലയിലൂടെ പോകണം എന്നുള്ളത് ഈ പിഞ്ചു പ്രായത്തിൽ അവർക്കൊരിക്കലും തീരുമാനിക്കാനോ ആലോചിക്കാനോ കഴിയില്ല. അതുകൊണ്ട് അവരെ നേരായ വഴിയുടെ വഴി നടത്തേണ്ടതിന്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം ഉമ്മയ്ക്കും ഉപ്പയ്ക്കുമാണ്. അവരതിന്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം നിറവേറ്റപ്പെട്ടു എന്നതിന്റെ ഉദാഹരണങ്ങളാണ് നമ്മുടെ മുന്നിലിരിക്കുന്ന ഈ പിഞ്ചു കുഞ്ഞുങ്ങൾ. اللهم صل وسلم على رسولك سيدنا محمد وعلى آله وصحبه وصل على جميع الأنبياء والمرسلين وعلى ملائكتك أجمعين. الحمد لله رب العالمين. ബഹുമാനനായ ഹുസൈൻ സഖാഫി തങ്ങൾ കീക്കോട് കൂട്ടായിലാണ് താമസം. അൽ ഹഫീദ് അബ്ദുസ്സലാം റഹ്മാനി, മുനീർ വാഫി നമ്മുടെ വൈസ് പ്രിൻസിപ്പൽ, ഇസ്ലാമിക് ഡിപ്പാർട്ട്മെന്റ് ഹെഡായി വർക്ക് ചെയ്യുന്ന ജാബിർ ഫാമിലി, പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, അതുപോലെ മറ്റു അധ്യാപകരെ, കുഞ്ഞുങ്ങളെ, ഈ വർഷം അഡ്മിഷൻ എടുത്ത ആദ്യമായിട്ട് സ്കൂൾ മദ്രസ വിദ്യാഭ്യാസത്തിലേക്ക് കടന്നു വരുന്ന വിദ്യാർത്ഥികളുടെ പഠനാരംഭം നമ്മൾ പതിവ് പോലെ ഈ വർഷവും ബസ്മല ഡേ എന്ന ആ ടൈറ്റിൽ നിന്നുകൊണ്ട് നിർവഹിക്കുകയാണ്. തുടക്കം നന്നാവുക എന്നത് ഏതൊരു സംരംഭത്തിന്റെയും പ്രധാനപ്പെട്ട ഘടകമാണ്, ലക്ഷ്യമാകേണ്ടതാണ്. തുടക്കം മബ്റൂക്കായിരിക്കണം, മുബാറക്കായിരിക്കണം, അനുഗ്രഹീതമായിരിക്കണം, അല്ലാഹുവിന്റെ സഹായം തുടർന്നും ലഭിക്കത്തക്ക വിധത്തിലായിരിക്കണം. കുഞ്ഞുങ്ങളുടെ ഈ പഠനം എന്ന് പറയുന്നത് അവരുടെ ഭൗതികമായ ലോകത്തേക്ക് വേണ്ടിയുള്ള മാത്രം വിദ്യയുടെ അഭ്യാസം അല്ല ഇവിടെ തുടങ്ങുന്നത്. അതിനപ്പുറം എണ്ണപ്പെട്ട ഭൗതിക ലോകത്തെ ജീവിതകാലത്തിന്റെ അപ്പുറം അനന്തമായ എണ്ണിത്തിട്ടപ്പെടുത്താൻ കഴിയാത്ത കാലം ജീവിക്കേണ്ട പരലോകത്തിന്റെ വിജയം കൂടി ലക്ഷ്യമാക്കിയുള്ള വിദ്യയുടെ ആരംഭമാണ്. ഇത് രണ്ടും വളരെ സമഞ്ജസമായി സമ്മിശ്രമായി നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു കൊച്ചു സംരംഭമാണ് നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനം. ഈ സ്ഥാപനത്തിൽ വരുന്ന വിദ്യാർത്ഥികൾക്ക് അവരുടെ പഠനാരംഭം മുബാറക്കാക്കി കൊടുക്കുക എന്നത് നമ്മൾ തുടക്കം മുതലേ ശ്രദ്ധിച്ചു വരുന്ന കാര്യമാണ്. അതിന്റെ ഭാഗമായാണ് ഇവിടെയും നമ്മൾ ഇപ്പോൾ ഒന്നുകൂടെ കളർഫുൾ ആയിട്ടുള്ള ഒരു അന്തരീക്ഷത്തിൽ, കുട്ടികൾക്ക് എൻജോയബിൾ ആയിട്ടുള്ള ഒരു അന്തരീക്ഷത്തിൽ വളരെ സന്തോഷകരമായ അനുഗ്രഹീതമായ ഒരു സദസ്സ് നമ്മൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. ബഹുമാനനായ ഹുസൈൻ സഖാഫി തങ്ങളുടെയും അതുപോലെ ഖുർആൻ മേഖലയിൽ അതിവിദഗ്ധനായിട്ടുള്ള ഒരു വലിയ ഖുർആൻ പാരായണ മേഖലയിലെ പണ്ഡിതൻ കൂടിയായിട്ടുള്ള അബ്ദുസ്സലാം റഹ്മാനി, അദ്ദേഹത്തിന്റെ ഉസ്താദിന്റെ ഒരു സേവനം നമ്മുടെ ചില മിടുക്കന്മാരായ കുട്ടികൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. സ്വീറ്റ് ഖുർആൻ എന്ന പേരിൽ കുറച്ചുകൂടെ മനോഹരമായി ഓതാൻ താല്പര്യപ്പെടുന്ന കഴിയുന്ന ഓത്ത് വാസനയുള്ള കുട്ടികൾക്ക് സ്പെഷ്യൽ ക്ലാസ് എന്ന രീതിയിൽ ഇടയ്ക്കിടെ ഉസ്താദ് സ്കൂൾ സന്ദർശിക്കാറുണ്ട്. അതുപോലെ ഉള്ള മഹൽ വ്യക്തികളുടെ സാന്നിധ്യത്തിൽ നിന്നുകൊണ്ട് നമ്മൾ തുടക്കം കുറിക്കുകയാണ്. കൂടുതലൊന്നും പറയുന്നില്ല, ഇതിന്റെ ഒരു സ്വഭാവം മാത്രം പറയുകയാണ്. നമ്മുടെ റഹ്മാനി ഉസ്താദ് സദസ്സിന് മുഴുവനും സൂറത്തുൽ ഫാത്തിഹ ഓതി കേൾപ്പിക്കും. അത് ഒപ്പം നിങ്ങള് ഏറ്റു ചൊല്ലുക. ചെറിയവരായാലും വലിയവരായാലും കുട്ടികൾ അത് ചൊല്ലണമെന്നില്ല, അവർക്ക് അത് കേൾവിയിൽ കിടക്കട്ടെ. ഖുർആന്റെ ആദ്യ പഠനം കേട്ടിട്ട് തന്നെയാണ്. എല്ലാവരും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് എത്തുന്ന പരമ്പര വഴി ഔദ്യോഗിക ഖുർആൻ പണ്ഡിതന്മാരിലൂടെ പഠിച്ചു വന്നിട്ടുള്ള ഒരു സനദ് വഴി ലഭിക്കുന്ന ഖുർആന്റെ ശബ്ദമാണ്. അത് നേരെ ഓഡിയോയിൽ നിന്ന് കേൾക്കുന്ന പോലെ അല്ലെങ്കിൽ മറ്റേതൊരു സംവിധാനത്തിൽ നിന്ന് കേൾക്കുന്ന പോലെയല്ല.
അത് ആ ഗുരു പരമ്പരയിലൂടെ കൈമാറ്റം ചെയ്യപ്പെട്ട് കണ്ണി മുറിയാത്ത പരമ്പരയുടെ ഭാഗമായ ആ ശബ്ദം നമ്മുടെ കാതിലേക്ക് എത്തുകയാണ്. അതെല്ലാവരും സശ്രദ്ധം കേൾക്കുകയും അതുപോലെ പറയാൻ ശ്രമിക്കുകയും ചെയ്യുക, ഓതാൻ ശ്രമിക്കുകയും ചെയ്യുക. അത് കഴിഞ്ഞാൽ കുട്ടികളെ ഓരോരുത്തരായി കുട്ടികളെ വേദിയിലേക്ക് കയറി വരുന്നു. അവർക്ക് ഓരോരുത്തർക്കും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം പറഞ്ഞു കൊടുക്കുന്നു. അത് കഴിഞ്ഞാൽ തങ്ങൾ ഉസ്താദ് അവർക്ക് അവരുടെ പഠനത്തിന്റെ ഏറ്റവും വലിയ ആയുധമായ പുസ്തകം ഒരു ഗിഫ്റ്റ് ആയിട്ട് സമ്മാനിക്കുന്നു. പിന്നെ അപ്പുറത്ത് അതിനോട് ചേർന്നിരുന്ന ഫാദർ ഉസ്താദ് കുട്ടികളുടെ ആദ്യാക്ഷരം അലിഫ് വരച്ചു കൊടുക്കുന്നു. ഇങ്ങനെ അവരങ്ങനെ ഇറങ്ങി, അവരെ ഗിഫ്റ്റ് വാങ്ങി അവർ ഇറങ്ങുകയാണ്. അത് കഴിഞ്ഞ് അവര് ലൈനായി അതേപോലെ പാരന്റ് നേരെ അപ്പുറം റെഡിയായി നിൽക്കുക. ഫോട്ടോ പോയിന്റിലെത്തി ഫോട്ടോ എടുത്ത ശേഷം ടീച്ചറിൽ നിന്ന് അവർക്ക് സ്പെഷ്യലായിട്ട് ഒരു ഗിഫ്റ്റ് ഉണ്ട്, അതുകൂടി വാങ്ങിയിട്ട് പിന്നെ നിങ്ങൾക്ക് ഗാർഡനിൽ പരക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇതിൻ്റെ സ്ഥാപനത്തിൻ്റെ മാനേജിംഗ് ഡയറക്ടർ സാലിഹ് സാർ അവരുടെ, അതുപോലെ ഹാഫിദ് ഉസ്താദ് തുടങ്ങി ഇതിൻ്റെ പ്രിൻസിപ്പൽ ഭാരവാഹികളെ, എത്തിച്ചേർന്ന രക്ഷകർത്താക്കൾ, നമ്മുടെ പിഞ്ചോമന കുട്ടികൾ, എല്ലാവരോടും വളരെ സന്തോഷം അറിയിക്കുകയാണ്. ഈ അവസരത്തിൽ കൂടുതൽ സംസാരിക്കുന്ന പ്രസക്തിയില്ല. അതുകൊണ്ട് തന്നെ യഥാർത്ഥത്തിൽ ഈ ഒരു ഒത്തുകൂടലിൽ പങ്കുചേരാം എന്ന ഒരു സന്തോഷത്തിന് വേണ്ടിയാണ് ഇവിടെ ഞാൻ പങ്കെടുത്തിട്ടുള്ളത്. ഏതായിരുന്നാലും ശരി, നല്ല ഒരു അന്തരീക്ഷം, നല്ല ഒരു പിന്നെ സാഹചര്യം ഒക്കെയാണ് ഇവിടെ കാണുന്നത്. ഫസ്റ്റ് ഇംപ്രഷൻ ബെസ്റ്റ് ഇംപ്രഷൻ. അതുകൊണ്ട് തന്നെ ഏത് കാര്യത്തിനും നേരത്തെ സാലിഹ് സാർ പറഞ്ഞ പോലെ തന്നെ ആദ്യം നന്നായാൽ أمورنا في برنا وفي بحرنا وفي جبنا وفي تعلمنا وتعليمنا فيما نحن فيه يا رب العالمين. اللهم احفظ الإسلام والمسلمين، اللهم انصر إخواننا وأهلنا المستضعفين المجاهدين في سبيل الله في غزة وفلسطين وفي بلاد الشام وفي جميع أنحاء العالم. اللهم أنظر ربك وإليك الدعاء. إنا نستودعك بيت المقدس وأهل القدس وكل فلسطين شعوبها وجنودها وبرها وبحرها وشبانها ونساءها وأطفالها يا رب العالمين. اللهم وفق حكام بلدنا الهند لما فيه خير المسلمين. اللهم إنا نسألك الأمن والأمان والسلامة ونعوذ بالله من شر هذا الزمان. اللهم اغفر لوالدينا وارحم والدينا ربنا ارحمهما كما ربونا صغارا. اللهم تقبل دعاءنا وصلاتنا وقراءتنا، خصوصا مجلس دعائنا هذا، واجعل جميع أعمالنا كلها في رضاك خالصة لوجهك الكريم لا تجعلها في غير مرضاتك يا رب العالمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار بمنك وكرمك وجودك برحمتك يا الله يا أرحم الراحمين. والصلاة والسلام عليك جدي يا سيدي يا رسول الله. الحمد لله رب العالمين. I invite Salih sir to give a token of appreciation to our distinguished. Assalamu alaikum wa rahmatullahi wa barakatuh. അഭിമന്യരായ സയ്യിദ് അവർകളെ, പരിശുദ്ധമായ സ്ഥാപനത്തിന്റെ കാര്യദർശിയായ സ്വാലിഹ് ഇസ്ലാമി അവർകൾ, ഫാദിൽ ഉസ്താദ്, മറ്റു അധ്യാപകർ, അധ്യാപികമാർ, വിദ്യാർത്ഥികൾ, രക്ഷിതാക്കൾ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ലാഹു നമ്മുടെ ഈ ഒരുമിച്ച് കൂടൽ സ്വീകരിക്കപ്പെടുന്ന
ഇരുവീട്ടിലും പ്രതിഫലാർഹമായ ഒരുമിച്ചുകൂടലായി അല്ലാഹു മാറ്റുമാറാവട്ടെ. പരിശുദ്ധമായ ഖുർആനിന്റെ പേരിലാണ് നാം ഇന്ന് സംഗമിച്ചിരിക്കുന്നത്. കഴിഞ്ഞ വർഷങ്ങളിൽ നമുക്കുണ്ടായ സന്തോഷത്തിലേറെ ഇത്തവണ സന്തോഷിക്കാൻ വകയുള്ള ഒരു സദസ്സു കൂടിയാണ് ഇന്ന്. പരിശുദ്ധമായ ഖുർആൻ കലാമുള്ളയാണ്, അല്ലാഹുവിന്റെ വചനങ്ങളാണ്. ആ പരിശുദ്ധമായ ഖുർആൻ അല്ലാഹു ആദ്യമായി കലമ കൊണ്ട് ലൗഹിൽ എഴുതി. ആ ലൗഹുൽ മഹ്ഫൂദിൽ നിന്ന് സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാമിന് അത് പകർത്തി കൊടുത്തു. ജിബ്രീൽ അലൈഹിസ്സലാമാണ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാതുകളിലേക്ക് മൊഴിഞ്ഞു കൊടുത്തത്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജിബ്രീൽ അലൈഹിസ്സലാമിൽ നിന്ന് അതിന്റെ പാരായണം ശരിക്കും ഉൾക്കൊണ്ടു. സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് സ്വഹാബത്തിന് അത് പകർന്നു കൊടുത്തത്. അപ്പൊ അല്ലാഹുവിന്റെ പരിശുദ്ധമായ വചനം സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാകുന്ന അല്ലാഹുവിന്റെ ഹബീബിന്റെ ഹൃദയാന്തരങ്ങളിലേക്കും ശ്രവണഗുണങ്ങളിലേക്കും എല്ലാം ആയത്തിൽ പതിക്കുന്ന രൂപത്തിലായിരുന്നു ജിബ്രീൽ അലൈഹിസ്സലാമിൽ നിന്ന് അവിടുന്ന് സ്വീകരിച്ചത്. ആ സ്വീകരിച്ചതായിരുന്നു സ്വഹാബത്തിന് പകർന്നു കൊടുത്തത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ രക്തവുമായി ബന്ധമുള്ള ഒരു മകൻ നമ്മുടെ സദസ്സിൽ ഉണ്ടാവുക എന്നത് എല്ലാം കൊണ്ടും അനുഗ്രഹീതമായ ഒരു സദസ്സായി മനസ്സിലാക്കുക. അതാണ് പറഞ്ഞത്, കഴിഞ്ഞ വർഷത്തിലേറെ വളരെ സന്തോഷം നൽകുന്ന ഒരു സദസ്സായി അല്ലാഹു ഈ സദസ്സിനെ കബൂലാക്കുമാറാവട്ടെ. ഒരു നീട്ടി പരത്തി പറയേണ്ട ഒരു സദസ്സൊന്നും അല്ല. പരിശുദ്ധമായ ഖുർആൻ അത് കേൾക്കുന്നത് പ്രതിഫലമുള്ള കാര്യമാണ്. പരിശുദ്ധ ഖുർആനിലേക്ക് നോക്കുന്നതും പ്രതിഫലമുള്ളതാണ്. പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യുന്നതും പ്രതിഫലമുള്ളതാണ്. പരിശുദ്ധമായ ഖുർആനിലെ പ്രഥമ അധ്യായമാണ് സൂറത്തുൽ ഫാത്തിഹ. ഈ സൂറത്തുൽ ഫാത്തിഹക്ക് തന്നെ രണ്ട് അവതരണമുണ്ട്. ഒന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധമായ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോകുന്നതിന് മുമ്പ് പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഫാത്തിഹയുടെ അവതരണം നടന്നിട്ടുണ്ട്. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط
عليهم غير المغضوب عليهم ولا الضالين. ആമീൻ. ബിസ്മി നമ്മുടെ ഖുർആനിന്റെ പ്രകാരം ബിസ്മി തനിയെ ഒരു ആയത്താണ്. മറ്റു ഇമാമിങ്ങൾക്ക് ബിസ്മി തനിയെ ആയത്തല്ല, ബിസ്മിയും ഹംദും കൂട്ടിയിട്ടാണ് ആയത്ത്. അങ്ങനെ വരുമ്പോ സിറാത്തല്ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലീൻ എന്നത് ഒരൊറ്റ ആയത്താണ്. ബിസ്മി തനിയെ ആയത്താകുമ്പോ, ബിസ്മി തനിയെ ആയത്തല്ല എങ്കിൽ ഇവിടെ സിറാത്തല്ലദീന അൻഅംത അലൈഹിം ഒരു ആയത്താണ്. പിന്നെ സിറാത്തല്ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം കൂട്ടിയിട്ടാണ് ആയത്ത്. അങ്ങനെ ഫാത്തിഹയിൽ 7 ആയത്താണ് എന്നതിൽ ഒരൊറ്റ ഇമാമിനും അഭിപ്രായ വ്യത്യാസം ഇല്ല. എന്നാൽ ആമീൻ എന്നത് പരിശുദ്ധ ഖുർആനിൽ പെട്ടതും അല്ല. പക്ഷേ ഫാത്തിഹ ഓതി കഴിഞ്ഞാൽ ആമീൻ പറയൽ പ്രത്യേകം സുന്നത്തുണ്ട്. അല്ലാഹു നമ്മുടെ ഈ സദസ്സ് ഖബൂലാക്കുമാറാവട്ടെ. പരിശുദ്ധ ഖുർആൻ കൊണ്ട്, സൂറത്തുൽ ഫാത്തിഹ കൊണ്ട് അല്ലാഹു എന്തെല്ലാം നന്മകൾ അവന്റെ അടിമകൾക്ക് കണക്കാക്കിയിട്ടുണ്ടോ അതിൽ നിന്ന് ഒന്നുപോലും വിട്ടുകളയാതെ അല്ലാഹു നമുക്കും നമ്മുടെ മക്കൾക്കും നമ്മുടെ തലമുറകൾക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകുമാറാവട്ടെ. നമ്മുടെ ഉസ്താദുമാർക്കും നമ്മളിൽ നിന്ന് മരിച്ചുപോയ മുഴുവൻ ആളുകൾക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബഹുമാനപ്പെട്ട റഹ്മാനി ഉസ്താദിനുള്ള സ്നേഹവും
ഇതോടുകൂടി നമ്മൾ ഈ പരിപാടി അവസാനിച്ചിരിക്കുകയാണ്. എല്ലാവർക്കും ഒറ്റവാക്യം നന്ദി അർപ്പിച്ചുകൊണ്ട് സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വ അത്തൂബു ഇലൈക്.